വടകര MDMA കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിൽ. പേരാമ്പ്ര BRCയിലെ അധ്യാപികയായ നീഷ്മ ആണ് അറസ്റ്റിലായത്. ആവള കുട്ടോത്ത് സ്വദേശിയാണ് നീഷ്മ. കേസിൽ ഇതുവരെ 3 അധ്യാപികമാർ പിടിയിലായിട്ടുണ്ട്. നീഷ്മ അടക്കം 3 പേരും MDMA ഉപയോഗിക്കുന്നവരാണ്. നീഷ്മയുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയെന്നും പോലീസ് വ്യക്തമാക്കുന്നു. പ്രതികൾ വലിയ നെറ്റ്വർക്കിൻ്റെ ഭാഗമാണെന്നും പോലീസ് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിലാണ് അധ്യാപികമാരെ ഇടനിലക്കാരിയാക്കിയുള്ള ലഹരി സംഘത്തെക്കുറിച്ചുള്ള നിർണായക വിവരം പോലീസിന് കിട്ടിയത്. മരുതോങ്കര സ്വദേശി കീർത്തന, കൂരാച്ചുണ്ട് സ്വദേശി കാവ്യ എന്നീ അധ്യാപികമാരാണ് ആദ്യം പിടിയിലായത്. പേരാമ്പ്ര BRCയിലെ അധ്യാപകരായ ഇവരെ പിരിച്ചുവിട്ടിരുന്നു. മയക്കുമരുന്ന് വേണ്ടവരിൽ നിന്ന് QR കോഡ് അയച്ചു കൊടുത്ത് പണം അക്കൗണ്ട് വഴി സ്വീകരിക്കുക, ആവശ്യക്കാർക്ക് ഗൂഗിൾ മാപ്പ് അയച്ചു കൊടുത്ത് ലഹരി സംഘത്തിന് വഴിയൊരുക്കുക എന്നീ കുറ്റങ്ങളാണ് പോലീസ് അന്വേഷണത്തിൽ അധ്യാപികമാർക്കെതിരെ കണ്ടെത്തിയത്. പേരാമ്പ്ര ബ്ലോക്ക് റിസോഴ്സ് കേന്ദ്രത്തിലെ സ്പെഷ്യലിസ്റ്റ് കായിക അധ്യാപികയായ KC കീർത്തന ഈ മാസം 11-ന് അറസ്റ്റിലായി. പോലീസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കരാർ ജീവനക്കാരിയായ കീർത്തനയെ സർവശിക്ഷ കേരള സംസ്ഥാന പ്രൊജക്ട് ഓഫീസർ പിരിച്ചുവിട്ടു. അറസ്റ്റിലായ BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കാവ്യയെ പുറത്താക്കി ഉത്തരവിറക്കുമെന്ന് അറിയിച്ചിരുന്നു. കീർത്തനയുടെ അക്കൗണ്ടിൽ നിന്നും ലഹരി സംഘാംഗങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും കാവ്യയുടെ അക്കൗണ്ടിൽ പണം എത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. 2 ഗ്രാം MDMAയുമായി പിടിയിലായ വടകര സ്വദേശി സഫ്വാനിൽ നിന്നാണ് ഓപ്പറേഷൻ തൂഫാനിലൂടെ നിർണായക വിവരം പോലീസിന് കിട്ടുന്നത്. അധ്യാപക പരിശീലനവും ശില്പശാലയും സംഘടിപ്പിക്കുകയും വിദ്യാലയങ്ങളിൽ ഗുണനിലവാരം ഉറപ്പാക്കുകയും ചെയ്യേണ്ട 2 അധ്യാപികമാരെയാണ് ലഹരി സംഘം ഇടനിലക്കാരാക്കിയത്. അധ്യാപികമാർക്ക് പണം അയച്ചു കൊടുത്തവരെയും MDMA കൈമാറുന്ന ആളെയും കണ്ടെത്താൻ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ.